ഹായ് ഫ്രണ്ട്സ്, ആരാധ്യലക്ഷ്മി ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച അതിഭീകരമായ ബോംബാക്രമണമായിരുന്നു ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അമേരിക്ക ജപ്പാനിലെ രണ്ട് പ്രമുഖ നഗരങ്ങളായ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചു. 1941 ഡിസംബറിൽ ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബർ ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ലിറ്റിൽ ബോയ് എന്ന പേരിൽ അറിയപ്പെടുന്ന യുറേനിയം ബോംബ് ഹിരോഷിമ നഗരത്തെ പൂർണ്ണമായി ഇല്ലാതാക്കി. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ ഈ ആക്രമണത്തിലൂടെ നഷ്ടപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ അംഗവൈകല്യം നേരിട്ടു. ജീവിച്ചിരിക്കുന്നവർക്ക് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളും ഉണ്ടായി. വർഷങ്ങളോളം അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്നും ചരിത്ര പുസ്തകത്തിൽ ഈ ദിനം ഒരു കറുത്ത ഏടായി അവശേഷിക്കുന്നു. 1945 ഓഗസ്റ്റ് 9 രാവിലെ 11 മണിക്കായിരുന്നു നാഗസാക്കിയിലെ പ്ലൂട്ടോണിയം ബോംബാക്രമണം. ഫാറ്റ്മാൻ എന്ന പേരിട്ട ഈ ബോംബ് 40,000 ആളുകളെ നിമിഷ നേരം കൊണ്ട് കൊന്നൊടുക്കി. അവിടെ ജീവനോടെ അവശേഷിച്ചവർക്ക് ആണവ പ്രസരണം വഴിയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമായി. രണ്ട് നഗരങ്ങളിലുമായി 3 ലക്ഷത്തിലധികം ആളുകൾ മരണപ്പെട്ടു. ഈ ആണവ ബോംബ് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് പ്രമുഖ ശാസ്ത്രജ്ഞനായ ഡോക്ടർ റോബർട്ട് ഓപ്പൺ ഹീമർ ആയിരുന്നു. ഈ ദുരന്ത സംഭവങ്ങൾക്ക് ചരിത്രസാക്ഷിയായിട്ട് ഇന്ന് 80 വർഷങ്ങൾ പിന്നിടുന്നു. ഓരോ വർഷവും ഈ ദിനാചരണം മരിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ്. യുദ്ധം വരുത്തുന്ന കൊടും വിപത്തുകൾ, അതുമൂലമുണ്ടാകുന്ന ധനനഷ്ടവും ജനനഷ്ടവും ലോക മനസാക്ഷിയെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.